ഉമ്മ തോമസ് MLA ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റതിൽ കേസെടുത്ത് പോലീസ്. നൃത്തപരിപാടി സംഘാടകർക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെയും FIR. അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മ തോമസിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് MLA. കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബർ ഷാ ചേരുന്നു. അലി, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണ് നിലവിൽ ഉമ്മ തോമസ് MLAയുടെ ആരോഗ്യനിലയിലെ സ്ഥിതി? അതുമാത്രമല്ല, പരിപാടി സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. ശിശിര, ഇന്നലെ വൈകിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന 12,000-ലധികം നർത്തകർ അണിനിരക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ചായിരുന്നു ഈ ഉമ്മ തോമസ് MLA താഴേക്ക് വീഴുന്നതും ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നതും. ആ ഘട്ടത്തിൽ തന്നെ ഈ വേദിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയത വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യമുണ്ടായി. ശക്തമായ അന്വേഷണം വിഷയത്തിൽ നടത്തേണ്ടതുണ്ട് എന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ പരിപാടിയുടെ സംഘാടകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. പാലാരിവട്ടം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആ സ്റ്റേജ്. അതായത് സംസ്ഥാനത്തെ ഒരു മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദി ഒരുക്കിയത് തീർത്തും അശാസ്ത്രീയമായിട്ടായിരുന്നു. സ്റ്റേഡിയത്തിലെ കസേരകൾക്ക് മുകളിലേക്ക് കമ്പികൾ നാട്ടി ആ നിലയിൽ തീർത്തും അശാസ്ത്രീയമായ അപകടകരമായ നിലയിലായിരുന്നു ഇന്നലെ ആ വേദി തീർത്തിരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഉമ്മ തോമസ് MLAയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടാണ്. മറ്റ് പുരോഗതികൾ ഈ ഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഇന്നലത്തെ അതേ സാഹചര്യത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോടുകൂടിയാണ് നിലവിൽ ഉമ്മ തോമസ് MLA തുടരുന്നത്. ഇന്ന് രാവിലെ 10:30യോടുകൂടി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അതിൽ വിശദമായ പുതിയ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ ഉണ്ടാകും. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഇപ്പോൾ ഉമ്മ തോമസ് MLAയെ പരിശോധിക്കുന്നത്. ഇവരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉമ്മ തോമസ് MLA ഉള്ളത്. പ്രധാനമായും ഡോക്ടർമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് 2 പരിക്കുകളിലാണ്. ഒന്ന് എന്ന് പറയുന്നത് തലച്ചോറിലേറ്റ പരിക്കാണ്. വീഴ്ചയുടെ ആഘാതത്തിൽ തലയിലേറ്റ മുറിവ്, അതിൽ നിന്നും തലച്ചോറിലേറ്റ പരിക്കാണ്. മറ്റൊന്ന് ശ്വാസകോശത്തിൽ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ശ്വാസകോശത്തിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ശ്വാസകോശത്തിന് ചതവേറ്റിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് അമിത രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടായത്. ഉമ്മ തോമസ് MLA നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ രോഗത്തിന്റെ മരുന്ന് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും പരിക്കും ഇന്റേണൽ ബ്ലീഡിംഗ് ഉൾപ്പെടെ ഗുരുതരമാകുന്ന സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും ഒരു ശുഭവാർത്ത ഇന്ന് 10:30 വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്യും. ശിശിര, അതുപോലെ തന്നെ ഹൈബി, ഇന്നിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ സംഘാടകർക്കെതിരെ. കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള ആരോപണം ഹൈബി ഈഡൻ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ കേസ് എടുത്തിരിക്കുന്നത് എത്രത്തോളം നിർണായകം തന്നെയല്ലേ? തീർച്ചയായും ശിശിര, നമ്മൾ ഈ പറഞ്ഞതുപോലെ 12,000-ഓളം കലാകാരികളും കലാകാരന്മാരും പങ്കെടുക്കുന്ന ഒരു പരിപാടി. അതിനോടൊപ്പം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതിനാൽ തന്നെ അവരുടെ കുടുംബവും ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ വേദിയിൽ വേണ്ട കൃത്യമായ സുരക്ഷാ സജ്ജീകരണം ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഈ അപകടത്തിന് ശേഷം ഉയർന്നത്. അപകടമുണ്ടായ സ്ഥലം അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതായത് ഇത്രയും ഉയരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ വേദിയിൽ ഏതെങ്കിലും നിലയിൽ ഒരു കൈവരിയോ ഒരു സുരക്ഷാ സംവിധാനമോ ഉണ്ടായിരുന്നില്ല. ഒരു വരി കസേര മാത്രം ഇടാൻ സ്ഥലമുള്ള ഒരു സ്ഥലത്ത് 2 വരി കസേരയിട്ട് ആളുകൾക്ക് നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത നിലയിലായിരുന്നു അവിടുത്തെ ക്രമീകരണം. ഇത് അപകടത്തിലേക്ക് നയിക്കാൻ, അപകടം ഉണ്ടാകാൻ ഒരു വലിയ കാരണമായിട്ടുണ്ട്. ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് ഒരുക്കിയിരുന്ന സ്ഥലത്തിന്റെ, അതായത് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയിരുന്ന സ്ഥലത്തിനോട് ചേർന്നായിരുന്നു ഇത്തരത്തിൽ VVIP പവലിയൻ ഉള്ളത്. പവലിയനിൽ വെച്ചാണ് ഉമ്മ തോമസ് MLAക്ക് വഴുതി നിയന്ത്രണം പോകുന്നതും പിന്നീട് ഈ സൈഡിൽ ബാരിക്കേഡ് എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത നിലയിൽ റിബൺ കെട്ടി വെച്ചിരുന്ന ഒരു സിസ്റ്റത്തിൽ പിടിക്കുകയും ഈ ബാരിക്കേഡും ഉമ്മ തോമസ് MLAയും ഈ ഏകദേശം 2 ആൾ പൊക്കം വരുന്ന ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുകയും ചെയ്തത്. ഉമ്മ തോമസ് MLA വീണപ്പോൾ ഈ താഴെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് ഭാഗത്തിലാണ് തലയുൾപ്പെടെ ഇടിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ പരുക്ക് ഉണ്ടായത്. അമിത രക്തസ്രാവം ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഉമ്മ തോമസ് MLA അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ബോധമുണ്ടായിരുന്നില്ല. പിന്നീട് ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എത്തി പരിശോധന ആരംഭിക്കുകയും ചികിത്സ ആരംഭിക്കുകയുമായിരുന്നു. CT സ്കാൻ ഉൾപ്പെടെ എടുത്ത് ഈ മുറിവിന്റെ ഗുരുതരാവസ്ഥ ഉൾപ്പെടെ നോക്കിയ ശേഷമാണ് ഈ പരിശോധനകൾ ആരംഭിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യമായി ഇടപെടൽ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P രാജീവ് കൃത്യമായി ആശുപത്രിയിലെത്തി വിശദ വിവരങ്ങൾ ആരോഗ്യമന്ത്രിയുമായി കൈമാറുകയും ചെയ്തു. നമ്മൾ ഇന്നലെ ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറോടും ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച
ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ആ നടപടി ഉണ്ടാകും, പരിശോധിച്ച നടപടി ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായിരിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ വിഷയത്തിൽ സംഘാടകത്തിലെ പിഴവ് എടുത്തു കാണിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ച് പരാതി ഉന്നയിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത്. സംഘാടകർക്കെതിരെ ഈ സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയിൽ തന്നെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങളും ഇന്നുണ്ടാകും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇന്നലെ സംഭവ സ്ഥലത്ത് അപകടമുണ്ടായ സ്ഥലത്തെത്തി ഈ വേദി ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10:30 വരുന്ന പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ, അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിലൊരു ശുഭവാർത്തയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉമാ തോമസ് MLA യുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്. ശിശിര.